ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? എനിക്കിവിടെ അത്ര വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഇന്നേക്ക് എനിക്ക് 39 വീക്സ് കംപ്ലീറ്റ് ആവും. നാളെ എനിക്ക് 40 വീക്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതുവരെ ഒരു ഡെലിവറി സിംറ്റംസ് പറയാൻ വേണ്ടിയിട്ടൊന്നും കാണിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാർച്ച് 3-ന്, അതായത് ട്യൂസ്ഡേ ആണ് എൻ്റെ ലാസ്റ്റ് ഹോസ്പിറ്റൽ ചെക്കപ്പ് വരുന്നത്. എൻ്റെ LMP ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കാൻ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ഒക്കെയും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർച്ച് 14 ഡ്യൂ ഡേറ്റ്. പോരാത്തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്ലൂയിഡ് കുറച്ച് കൂടുതലാണെന്ന്. അപ്പോൾ പിന്നെ മാർച്ച് 3-ന് പോകുന്ന സമയത്ത് വല്ല കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ട് അന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ വേണ്ടി പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഒരു ഈവനിങ്, ഒരു ആഫ്റ്റർനൂൺ ശേഷമുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അയച്ചത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് PV ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇപ്രാവശ്യം മാർച്ച് 3-ന് പോകുന്ന സമയത്ത് ഒന്നും കൂടെ PV ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 40 വീക്സ് റണ്ണിങ്ങിലുമാണ്, അതേപോലെ തന്നെ PVയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ബൈ ചാൻസ് അഡ്മിറ്റ് ആക്കിയാലോ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ അഡ്മിറ്റ് ഒന്നും ആവില്ല, പോയ പോലെ തിരിച്ചു വരുമെന്നാണ് എൻ്റെ മനസ്സിനോട് പറയുന്നത്. ഞാൻ ആദ്യം എണ്ണയൊക്കെ പെരട്ടിട്ടായിരുന്നു കേട്ടോ കുളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നോർമൽ ഒരു നമ്മുടെ കുളിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുളിക്കാൻ ഒരു ഇച്ചിരി ലേറ്റ് ആവാറുമുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇളയമ്മ മുട്ട ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്ന കേട്ടോ. എപ്പോൾ നോക്കിയാലും ചിക്കൻ ബിരിയാണി ഒക്കെയല്ലേ നമ്മൾ തിന്നാറ്. അപ്പോൾ ഇന്നൊരു മുട്ട ബിരിയാണി വെറൈറ്റി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഇങ്ങനൊരു ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഹോബി എന്താണെന്നറിയോ? ഓരോരുത്തരുടെ ഡെലിവറി സ്റ്റോറി കേൾക്കുക യൂട്യൂബിൽ. അതിലൊക്കെ അവർ ഇങ്ങനെ 38 വീക്സിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു, 39 വീക്കിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കും എനിക്ക് മാത്രം എന്താണ് ഒരു സിംറ്റവും കാണിക്കാത്തത് എന്ന്. പക്ഷേ എനിക്ക് 9th മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ 40 വീക്സും 41 വീക്സൊക്കെ ആയിട്ട് പോലും ഒരു സിംറ്റവും കാണിക്കാതെ നിൽക്കുന്ന ആൾക്കാരെ? പക്ഷേ എനിക്ക് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറീൻ്റെ ഡ്യൂ ഡേറ്റ് എന്തായാലും വരുന്നത് പിന്നെ മാർച്ച് 14 തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെലിവറി വേഗം നടന്നേക്കാം എന്നൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ. പക്ഷേ ഇതുവരെയും ആ ഒരു കാര്യത്തിൽ പോലും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളോ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും മാർച്ച് 3-ന് പോകുന്ന സമയത്ത് PVയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും സെർവിക്സ് ഓപ്പൺ ആയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഞാൻ പോയ സമയത്ത് PV ചെയ്തപ്പോൾ സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഞാൻ കുറച്ച് മെറ്റേണിറ്റി ഡ്രസ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ല വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. അതിൽ ഓൾമോസ്റ്റ് എല്ലാം ഇരിക്കുന്നത് ഹോസ്പിറ്റൽ ബാഗിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ ഈ അമ്മയുടെ മാക്സി എന്ന് പറയുന്നത്. ഈ മാക്സി അല്ലെങ്കിൽ നൈറ്റിയിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ വേണ്ടി തോന്നത്തില്ല. പിന്നെ മാക്സിനേക്കാൾ വലിയ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഈ ഒരു സമയത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വേറെ ഉണ്ടോയെന്ന്. ഇതിനേക്കാൾ കംഫർട്ടബിൾ തരുന്നൊരു വേറെ ഡ്രസ്സ് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇട്ടിട്ടുമില്ല. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അയൺ ടാബ്ലറ്റും അതേപോലെ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റും മാത്രമാണ്. അത് രണ്ടും എനിക്കിപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ കഴിക്കാനുള്ളത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം, അതായത് ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് നടക്കും. അത് കഴിഞ്ഞ് ഫോണൊക്കെ ചെറുതായിട്ടൊന്ന് നോക്കി, പിന്നെ ബുക്സ്, എൻ്റെ കയ്യിലുള്ള ഒരു ബുക്കുണ്ടല്ലോ, ആ ഒരു ബുക്കും ചെറുതായിട്ടൊന്ന് വായിക്കും. 2 ദിവസമായിട്ട് ഞാനങ്ങനെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി നിൽക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറങ്ങി പോകാറുണ്ട്. ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതൊരു 3-3:30 ആയിക്കഴിഞ്ഞാൽ വേഗം തന്നെ എഴുന്നേക്കും, ഒരുപാട് നേരമൊന്നും കിടക്കില്ല. പക്ഷേ 2 ദിവസമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാത്രി നല്ല ഉറക്കം കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നെന്ന് വെച്ചാൽ ബിരിയാണി ഇന്നുകൊണ്ടാണെന്നറിയില്ല, അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എഴുന്നേറ്റ് ഈ വൈകുന്നേരം ഇരിക്കുന്നത്. ഈ ഡേറ്റ്സ് കഴിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഡെലിവറി ഈസി ആവും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ നേരാണോ അതോ എന്താണെന്നറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഡേറ്റ്സ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടോ, കാരണം എനിക്ക് ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മുന്നേയും ഷുഗർ ഉണ്ടെങ്കിലും ഈ ഡേറ്റ്സ് കഴിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡേറ്റ്സ്. ഇപ്പോൾ എന്താണെന്നറിയില്ല, അത്യാവശ്യം നല്ല വിശപ്പുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ലാസ്റ്റ് ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ഒരു വിശപ്പാണല്ലോ നമുക്ക്. ഈ റസ്ക് ഇതിലിങ്ങനെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്, കുത്തി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞായിരുന്നു കുത്തി കഴിക്കാനല്ല മുക്കി കഴിക്കാനെന്ന് പറയണമെന്ന് എനിക്കൊരു കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ മുക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു പശു ഉണ്ട് കേട്ടോ, അത് ആദ്യമായിട്ടാണ് പ്രസവിക്കുന്നത്. ഈ ഫെബ്രുവരി 17-നാന്ന് തോന്നുന്നു ഇത് പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ബേബി ഗേളാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് ഫ്ലൂയിഡൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പശുവും തമ്മിൽ കോമ്പറ്റീഷനായിരുന്നു, ആരാ ഫസ്റ്റ് പ്രസവിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ ഈ പശു തന്നെ വിജയിച്ചിരിക്കുന്നു. പിന്നെ കണ്ടോ, ഈ പശുക്കുട്ടിക്ക് പോലും എന്നോട് പുച്ഛമാണ്, കണ്ടേ മുഖം തിരിച്ച് പോകുന്നത് കണ്ടോ, അത് തൊടാ പോയാൽ ഇതാണ് അവസ്ഥ. അപ്പം എൻ്റെ ഒരു ഈവനിങ് വരെയൊക്കെ എങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളിയും ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ ഒരു ഈവനിങ് കടന്നു പോകുന്നത്.